ഒരു ലഹരിയും ജീവിതത്തോളം മികച്ചതല്ല. നാടകം കാണാനെത്തിയ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർട്ടൻ പേരാമ്പ്ര അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ നാടകം. അഭിനയം KC കരുണാകരൻ പേരാമ്പ്ര. നാടകരചന ഗാനങ്ങൾ രമേശ് കാവി. സംഗീതം പ്രശാന്ത് ശങ്കർ. ആലാപനം അജയ് ഗോപാൽ. ശബ്ദ സാന്നിധ്യം ബാലചന്ദ്രൻ ന്യൂമൻസ്, മുഹമ്മദ് എരവട്ടൂർ, ബിജു കരുവണ്ണൂർ, ബിന്ദു പുതുപ്പണം, സൗമ്യ ദീപേഷ്, കുമാരി സ്നേഹശ്രീ, മാസ്റ്റർ ദേവാനന്ദ്, മാസ്റ്റർ അർണവ്. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് നിസരി സ്റ്റുഡിയോ നടുവണ്ണൂർ. രംഗശില്പം ബിജു സിനിയ. രംഗക്രമീകരണം സുബീഷ് തളിയോത്ത്. നാടക സംവിധാനം രാജീവൻ മമ്മിളി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനമായ സുരക്ഷിത ജീവിതത്തിന്റെ സ്നേഹത്താക്കോലായ, നമ്മുടെ കൂടെ നിന്ന് നമ്മെ കൈപിടിച്ച് നടത്തിച്ച ആർദ്ര സാന്ത്വനമായ ജീവിതം തന്നെയാണ് ലഹരി എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരുനാഥനായ ഏവരുടെയും പ്രിയപ്പെട്ട എക്സൈസ് ഓഫീസർ CP വേണുവേട്ടന്റെ റിട്ടയർമെന്റ് ആണ് നമ്മൾ നാളെ ആഘോഷിക്കുന്നത്. ഒരു ഗ്രാമവും അവിടുത്തെ ഒരാൾക്കും കൊടുക്കാത്തത്ര അതിമനോഹരമായ ഒരു യാത്രയയപ്പാണ് നമ്മൾ ഒരുക്കുന്നത്. ഒരു വീടോ കടയോ നാളെ തുറന്നു വെക്കരുത്. ഒരാളും നാളെ വരാതിരിക്കരുത്. ഒരു വിദ്യാർത്ഥിയും ഇവിടെ നിന്ന് മാറി നിൽക്കരുത്. എല്ലാവരും അവരാൽ കഴിയുന്ന ഒരു സ്നേഹോപഹാരമെങ്കിലും അദ്ദേഹത്തിനായി കരുതണം. അത്രയ്ക്കുണ്ട് ആ മനുഷ്യൻ നമുക്ക് തന്ന സേവനം. വിശിഷ്ട സേവനത്തിന് സംസ്ഥാനവും ഒന്ന് കളയുന്നവർക്ക് വേണ്ടിയുള്ള പാട്ട്. അതേ മോളെ, എല്ലാവരുടെയും ആഗ്രഹമാണ് ഈ പാട്ടിലൂടെ നമ്മൾ കേട്ടത്. ജീവിതത്തെ അത്രമേൽ പ്രണയിച്ച ഒരു മനുഷ്യന്റെ ലഹരിയാണ് ഈ പാട്ട്. 1975 മെയ് 23 കേരളം ഈ പാട്ട് കേട്ടു തുടങ്ങിയത്. അതേ വർഷം ഒക്ടോബർ 27 ഇതെഴുതിയ മനുഷ്യൻ മരിച്ചത്. കരള് പിണങ്ങിയിട്ടാണ് ആ കാമുക ഹൃദയം നിശ്ചലമായത്. കറുത്ത ചോരയിലാണ് ആ കവിത നിലച്ചുപോയത്. വയലാർ രാമവർമ്മ മലയാളികളുടെ ഓർമ്മ പുസ്തകത്തിലെ മനോഹരമായൊരേടാണ്. എത്രയെത്ര പ്രതിഭകളെയാണ് ലഹരി കൊണ്ടുപോയത്. കണ്ണുനട്ട് കാത്തിരുന്നിട്ടും കരളിന്റെ എത്രയെത്ര കരിമ്പിൻ തോട്ടങ്ങളെയാണ് ലഹരി കട്ടെടുത്ത് കൊണ്ടുപോയത്. എന്റെ ജീവിതം തന്നതാണ് ഇതെല്ലാം. ആത്മാർത്ഥ സേവനത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ, അർഹതയ്ക്ക് പകരമായ പുരസ്കാരങ്ങൾ. മദ്യത്തിന്റെ നടുവിൽ ജീവിച്ചിട്ടും എന്റെ അച്ഛൻ ഒരു കവിള് പോലും കുടിച്ചിട്ടില്ല. ഒരു പുക പോലും ഊതി നോക്കിയിട്ടില്ല. ജീവിതം മുഴുവൻ അച്ഛൻ ഈ ഗ്രാമത്തിന്റെ കാവലായിരുന്നു. ലഹരി തിന്ന് നാട് മരിക്കാതിരിക്കാൻ വീട് പോലും നോക്കാതെയുള്ള പാച്ചിലായിരുന്നു ഒരായുസ് മുഴുവൻ. പിന്നെ നാട്ടുകാർക്ക് ആദരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതെന്റെ ഓർമ്മകളാണ്. അക്ഷരങ്ങളിൽ അടക്കം ചെയ്ത ജീവിത മുദ്രകൾ. 32 വർഷത്തെ മുഗ്ധസ്മൃതികൾ. ലഹരി തിന്നു തീർത്ത ജീവിതങ്ങളുടെ കണ്ണീരുണ്ടിതിൽ. പുകയിലകൾ കുരുതി കൊടുത്ത ജന്മങ്ങളുടെ കനലുകളുണ്ടിതിൽ. കഞ്ചാവ് പുകയിൽ ദഹിച്ചുപോയ കൗമാരങ്ങളുടെ വിതുമ്പലുകളുണ്ടിതിൽ. ഞാനിത് തുറക്കുന്നു, എന്റെ ജീവിതയാത്രയുടെ അക്ഷരജാലകങ്ങൾ. അച്ഛാ, ഞാനത് മുഴുവൻ വായിച്ചു. കരച്ചിൽ നിർത്താനാവുന്നില്ല. ലഹരി തിന്ന ജീവിതങ്ങളെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത് ഒരു കടലാസിൽ ഒളിപ്പിച്ചു വെക്കരുത്. എല്ലാവരും അറിയണം. ഈ ലോകം മുഴുവൻ CP വേണുവിന്റെ ഡയറി വായിക്കണം. ജീവിതം മനോഹരമാണ് എന്ന പേരിൽ അത് പ്രകാശിതമാവണം.
കർട്ടൻ പേരാമ്പ്ര അവതരിപ്പിക്കുന്നു ജീവിതം മനോഹരമാണ്. തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ ജീവിതം എന്താണ് ചൊല്ലന്റെ ചങ്കായ ചങ്ങായേ, അത് കണ്ണീരിനുപ്പും ചിരി മധുരം ചേർത്ത പായസമാണളിയോ. ജീവിതം എന്താണ് ചൊല്ലന്റെ ചങ്കായ ചങ്ങായേ, അത് കണ്ണീരിനുപ്പും ചിരി മധുരം ചേർത്ത പായസമാണളിയോ. കാരിപ്പോകയില തിന്ന് കരിയണ്ട നീ എന്റെ പൊന്നളിയോ, കാരിപ്പോകയില തിന്ന് കരിയണ്ട നീ എന്റെ പൊന്നളിയോ. ചോരയിൽ സൂചി ഇറക്കി മരിക്കേണ്ട നാട്ടിലെ കുഞ്ഞുങ്ങളെ, ചോരയിൽ സൂചി ഇറക്കി മരിക്കേണ്ട നാട്ടിലെ കുഞ്ഞുങ്ങളെ. നാളെ ഈ മണ്ണില് നമ്മൾ ഉണ്ടാവണം ജീവിതമേലഹരി, നാളെ ഈ മണ്ണില് നമ്മൾ ഉണ്ടാവണം ജീവിതമേലഹരി. തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ. കേളപ്പേട്ടന്റെ കട എന്റെ ഡയറിയിലെ പ്രധാനപ്പെട്ട ഒരിടമാണ്. കേളപ്പേട്ടനും ഭാര്യ നാണിയും ഏക മകൻ ബാലകൃഷ്ണൻ, 3 പേരും 3 തരം ലഹരിക്ക് അടിമകളായി. ഒരുപാട് സത്യം ചെയ്യിച്ചതാ, ആരും വാക്കു പാലിച്ചില്ല. നാണിയമ്മയും ബാലകൃഷ്ണനും പോയി, കേളപ്പേട്ടൻ മാത്രം ബാക്കിയായി. കേളപ്പേട്ടൻ നാളെ കള്ളുകുടിയും പുകവലിയും നിർത്തുമെന്ന് എനിക്ക് ഉറപ്പു തന്നതാ. അങ്ങനെ ഉറപ്പു തന്നു പറ്റിച്ചവർ അനവധിയുണ്ട്. അവരിൽ പലരെയും മരണം കൊണ്ടുപോയി. എന്നാൽ കേളപ്പേട്ടൻ കിതച്ച് ഇപ്പോഴും കൂടെ തന്നെയുണ്ട്. കള്ളുകേളപ്പൻ, തീവണ്ടിക്കേളപ്പൻ എന്നൊക്കെയാ നാട്ടുകാർ അയാളെ വിളിക്കുന്നത്. ഈ ഗ്രാമത്തിലെ സ്നേഹത്തിന്റെ ചായക്കടയാ അയാളുടേത്. ഒരായുസ് മുഴുവൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച സ്നേഹസമ്പന്നനായ എക്സൈസ് ഓഫീസർ CP വേണു നാളെ വിരമിക്കും. നമ്മളെ വേണു എന്നെ നേരെയാക്കാൻ ഒരുപാട് ശ്രമിച്ചതാ, ഞാൻ നന്നായില്ല. നാണിയോട് മുറുക്കല്ലേ എന്ന് കാല് പിടിച്ചോൻ എത്ര കരഞ്ഞതാ. ഇനി കുടിക്കല്ലേ എന്ന് ഏട്ടനെ പോലെ നിന്ന് എന്റെ മോൻ ബാലകൃഷ്ണൻ എത്ര വിലക്കിയതാ. പക്ഷേ രണ്ടാളും കേട്ടില്ല. ഒറ്റക്കാക്കി പോയില്ലേ രണ്ടാളും. ഒരാള് പോലും നാളെ മുതൽ ലഹരി ഉപയോഗിക്കില്ലെന്നുള്ള സ്വന്തം ഗ്രാമത്തിന്റെ ഉറപ്പ് വാങ്ങിയിട്ടാണ് അയാൾ നാളെ വിരമിക്കുന്നത്. വേണുവിന്റെ വാർഡിൽ സമ്പൂർണ്ണ ലഹരിമുക്ത ഭവനങ്ങൾ ഉണ്ടാവുകയാണ്. നല്ല കാര്യം തന്നെ. വേണുവിന്റെ വാർഡിൽ അവസാനത്തെ കള്ളുകുടിയനായ പുകവലിക്കാരനായ കള്ളുകേളപ്പനെന്നും തീവണ്ടിക്കേളപ്പനെന്നും ഇരട്ടപ്പേരുള്ള ഞാൻ ഇന്ന് രാത്രി മുതൽ 2 ഉപേക്ഷിക്കുക. ഇത് ഇതുവരെ പറഞ്ഞ പോലല്ല, ഉറപ്പാ, ഉറപ്പ്. വേണുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. മൂന്നാം ക്ലാസ് നിന്ന് വേടിക്കുറ്റി വെറുക്കി വലിച്ചാരംഭിച്ചതാ ഈ പുകവലി യാത്ര. അതിന് ശരീരം തന്ന ശിക്ഷയായത്. ഒരുപാട് വലിക്കണം, ഇത്തിരി ശ്വാസം കിട്ടാൻ. എന്നിട്ടും നിർത്തിയിട്ടില്ല ഈ ബീഡി തീറ്റ.
നാണി പോയി. മുറുക്കി മുറുക്കി പുകയില തിന്ന് ക്യാൻസറിന്റെ പുറകെ അവളങ്ങ് ഇറങ്ങിപ്പോയി. അല്ല, പിടിച്ചു വലിച്ചോണ്ട് പോയി. ഞാൻ ഒരുപാട് പറഞ്ഞതാ അവളോട് പുകയില തിന്നരുതേന്ന്. വെറ്റില നാണിന്ന എല്ലാരും ഓളെ വിളിച്ചേ. ഞാൻ ഒരുപാട് പറഞ്ഞതല്ലേ നിങ്ങളോട് കള്ളു കുടിക്കല്ലേ എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലാലോ. കള്ളു കളപ്പെന്നായില്ലേ ഇപ്പം വിളിപ്പേര്. കരള് പണി മുടക്കി തുടങ്ങിയില്ലേ. നോക്കുന്നു വയറുന്തി ഉന്തി വരുന്നുണ്ട്. ഇനിയെങ്കിലും നിർത്തിക്കള മനുഷ്യ. പുക വലിച്ച് തീവണ്ടി പോലെ കതക്കാൻ തുടങ്ങിയപ്പോ കിട്ടി വേറൊരു പേര്, തീവണ്ടിക്കാളപ്പെന്ന്. നിർത്താനാണിയേ, കൂട്ടിയാ കൂടുന്നില്ല. നീ ഇല്ലാത്തോണ്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. കൊരച്ച് ചാടാൻ ആരാ ഉള്ളേ? പുകയില തിന്നല്ലേ എന്ന് എത്ര വട്ടം പറഞ്ഞതാ. ഈ കേട്ടോ, വേണുവിന്റെ തലയെ തൊട്ട് എത്ര വട്ടം സത്യം ചെയ്യിച്ചു, എന്നിട്ടും തിന്നില്ലേ? ഇപ്പൊ തോന്നുന്നു കേളപ്പെട്ട പുകയില തിന്നണ്ടേനൂന്ന്. ഒരുപാട് പറഞ്ഞതാ എല്ലാരും. വായ മുഴുവൻ ചോപ്പിച്ച് ചുന്ദരി ആവാൻ നോക്കിയതാ ഈ നാണി. എന്തായി? വായിൽ അപ്പടി പ്രാന്തായി. നിങ്ങളെയും മോനെയും വിട്ടു പോരേണ്ടി വന്നില്ലേ? നാണിയേ, നീ പോയതിന്റെ പുറകെ നമ്മുടെ മോൻ ബാലകൃഷ്ണൻ പോയതാ. വല്ലാത്ത പോക്ക്. കള്ള് കുടിച്ച് കരള് കരിഞ്ഞ് വയറ് വീർത്ത് ചോര തുപ്പിയാ ഓ മരിച്ച്. നിങ്ങളൊറ്റ ഒരുത്തനാ കേളപ്പെട്ട ബാലേഷനെ കള്ളൂടി പഠിപ്പിച്ചത്. ഓ മുല കുടിക്കാൻ കരഞ്ഞപ്പോ നാവുമ്മല് കള്ളു തൊട്ടു കൊടുത്ത നിങ്ങളല്ലേ. പിന്നെ ഓന് അമ്മഞ്ഞേക്കാൾ ഇഷ്ടം കള്ളിനോടായി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ നിങ്ങള് പാടിയ പാട്ട് ഓർമ്മ ഉണ്ടോ? കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ എടിപെണ്ണെ, എള്ളോളം പള്ളെ ചെന്നാൽ ഭൂലോകം തലികിടതിരുതൈ. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ എടിപെണ്ണെ, എള്ളോളം പള്ളെ ചെന്നാൽ ഭൂലോകം തലികിടതിരുതൈ. താനൈ രഗ 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 രൈ രഗ, താനൈ രഗ 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 ദൈ രഗ, തിത്തൈ രഗ രഗ നിധി മൃതക തീന്തക ദിവിതോ. താനൈ രഗ 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 ദൈ രഗ, താനൈ രഗ 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 ദൈ രഗ, തിത്തൈ രഗ രഗ നിധി മൃതക തീന്തക ദിവിതോ. ആകുന്നില്ല, വല്ലാത്തൊരു കഥപ്പ്. ഒരടി വെക്കാനാവുന്നില്ല, തല കറങ്ങുന്നത് പോലെ. അച്ഛാ, 10 പേര് കുടിക്കാൻ പഠിച്ച അതിൽ 3 പേര് മദ്യത്തിൽപ്പെടും. അങ്ങനെ ഈ ബാലകൃഷ്ണൻ ആ 3-ൽ-1-ആയി. അച്ഛൻ എന്നെ കൊലക്കി കൊടുത്തത് ഇഷ്ടമുണ്ടായിട്ട് ഇറങ്ങിപ്പോന്നതല്ല, മരണത്തിലേക്ക്. കുടിക്കാൻ തുടങ്ങുന്ന മക്കളെ ആ 3-ൽ-1 നിങ്ങളാവല്ലേ. ഒരിക്കലും കുടിക്കരുത്. സ്വന്തം അച്ഛൻ തന്നാ പോലും വാങ്ങി കുടിക്കരുത്. മോനെ, അച്ഛൻ ഇവിടെ ഒറ്റക്കാക്കി നിങ്ങൾ പോയില്ലേ? ഞാനിന്ന് നിർത്തും. ഇനി വലിക്കേ കുടിക്കേയില്ല. നാളെ മുതല് ഞാൻ നല്ല ഇനിയൊരു ജന്മം ഇവിടെ കിട്ടൂല. കിട്ടിയ ജന്മം മനോഹരാക്കുക. അതാ വേണുവിന്റെ ഡയറി പറയുന്നത്. ജീവിതം മനോഹരമാണ്.
മദ്യം കഴിക്കുന്ന 10 പേരിൽ 3 പേർ മദ്യാസക്തരാകുന്നു. കേരളത്തിൽ 1 കോടി ആളുകൾ മദ്യം കഴിക്കുന്നവരാണെന്നാണ് ഏകദേശ കണക്ക്. അതിനർത്ഥം 33 ലക്ഷം പേരെങ്കിലും മദ്യാസക്തരാകുമെന്നാണ്. 33 ലക്ഷം പേർ. ഒരു കവിൽ അത് മരണതീർത്ഥം നീ നനച്ചോളൂ. ഒരു പുക അതു ചിതയൊരുക്കും നാളെയോർക്കേണം. ഒരു വലിക്ക് വലിയ വില നീ നാളെ നൽകേണം. ഒരു കവിൽ അതു മരണതീർത്ഥം നീ നനച്ചോളൂ. കരളു തിന്നും കുരുതിയാണത് നീ പഠിച്ചോളൂ. ഒരു തരി മതി ജീവിതത്തിരി കെട്ടു തീർന്നിടാൻ. ഒറ്റ സൂചി കുത്തുമതി നിന്നന്ത്യവിധി എഴുതാൻ. ഒന്നു തൊട്ടാൽ കൂടെ വരുമീ ദുരിതഭൂതങ്ങൾ. നിന്നെയും കൊണ്ടേ മടങ്ങൂ ദുഷ്ടകാലന്മാർ. ഒരു രസത്തിനു മരണമെന്തിനിരന്നു വാങ്ങുന്നു. വരു നമുക്കീ ജീവിതം ഒരു ലഹരിയാക്കിടാം. അച്ഛാ, എന്നെ പോലെ വലിയ നർത്തകിയാണെന്ന് ആഗ്രഹിച്ച ദമയന്തിയെ പറ്റി വായിച്ചപ്പോൾ ഉള്ളൊരുകിപ്പോയി. കാലിൽ കിടക്കുന്ന ചിലങ്ക പൊള്ളും പോലെ, കയ്യിൽ കിടക്കുന്ന വളകൾ വലിഞ്ഞു മുറുക്കുന്നത് പോലെ, മുഖത്തു തേച്ച ചായം പൊള്ളി നീറുന്ന പോലെ. അതേ മോളെ, അച്ഛന്റെ സുഹൃത്ത് മൃദംഗവിദ്വാൻ രാജഗോപാലന്റെ മകളായിരുന്നു ദമയന്തി. കുട്ടിക്കാലം തൊട്ടേ നർത്തകിയാവണമെന്ന് കൊതിച്ചവൾ. ബാംഗ്ലൂരിലായിരുന്നു അവൾ അവസാനം നൃത്തം അഭ്യസിച്ചത്. പക്ഷേ എല്ലാം ഈ ഡയറിയിലുണ്ട് മോളെ. കനകച്ചിലകയിട്ട നർത്തകിമാരോ കരളിന്റെ കളിയരങ്ങിൽ പദങ്ങളാടി. കനകച്ചിലകയിട്ട നർത്തകിമാരോ കരളിന്റെ കളിയരങ്ങിൽ പദങ്ങളാടി. വിരലിന്റെ തുമ്പത്ത് വിരിയുന്ന മുദ്രകളോ സ്വരരാഗംഗയിലെ രസം തേടി. വിരലിന്റെ തുമ്പത്ത് വിരിയുന്ന മുദ്രകളോ സ്വരരാഗംഗയിലെ രസങ്ങൾ തേടി. തത്താം 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 കിടതകതൈ തത്തൈ 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 കിടതകതാം തത്താം താം കിടതകതൈ തത്തൈ. ഇത് എന്റെ മോള് ദമയന്തിയുടെ നൃത്തഗേഹം. ഇവിടെ വച്ച എന്റെ മകളുടെ സ്വപ്നങ്ങൾ ചിലങ്ക കെട്ടിയത്. ഇതാണ് അവളുടെ അമ്മ അവൾക്ക് കെട്ടിക്കൊടുത്ത ആട്ടച്ചിലങ്ക. ഒരുപാട് വേദികളിൽ ആടിത്തീർക്കാൻ കൂട്ടാവേണ്ടിയിരുന്ന ചിലങ്ക. രാമായണം കൊത്തിയ വളകളിട്ട രാഗമാലയം മെല്ലെ നെറ്റിയിൽ തൊട്ട് 7 കടലോടി വന്ന മൂകാംബികയിൽ വെച്ച് അരങ്ങേറണമെന്നായിരുന്നു അവൾ ആഗ്രഹിച്ചത്. ഈ അച്ഛന്റെ വിരലുകൾ മൃദംഗം വായിക്കണമെന്നും. അച്ഛാ, അച്ഛാ, എന്റെ അരങ്ങേറ്റം ഗംഭീരാക്കണം. ഉദ്ഘാടനത്തിന് മല്ലികാ സാരാഭായി മതിയോ? അല്ലേ അത് വേണ്ട, ശോഭനയായാലോ, കമലഹാസനായാലോ? ദമയന്തി രാജഗോപാലിന്റെ അരങ്ങേറ്റം ഒരൊന്നൊന്നര പരിപാടിയായിരിക്കണോ? എന്റെ മോക്ക് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും. അമ്മ കെട്ടിത്തന്ന ചിലങ്കയല്ലേ, ഒരു ജന്മം സമർപ്പിച്ച് നേടിയതല്ലേ. അമ്മ ദൂരത്തെവിടെയോ നിന്ന് കണ്ണു തുടയ്ക്കുന്നുണ്ടാവും. ആ
അച്ഛാ, അമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. മോളെ അരങ്ങേറ്റത്തിന്റെ ആനന്ദത്തിൽ അമ്മയും ചിലങ്ക കെട്ടിയാടും. ആ അതെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ മോളെ, പറ. സാധാരണ എന്റെ മോക്ക് അച്ഛനോട് പറയുമ്പോ ഒന്നും വിട്ടുപോകാറില്ലല്ലോ. അതെ, ഈ മോള് ഒരുപാട് വലുതായ വിവരം അച്ഛൻ അറിഞ്ഞോ? എനിക്കിപ്പോ നൃത്തമല്ലാതെ മറ്റൊരിഷ്ടക്കാരൻ കൂടി വന്നു. പേര് ജയേഷ്. അവനാണ് എന്റെ കാലുകളുടെ ഊർജം. അച്ഛന് ജാതിയും മതവും പ്രശ്നമല്ലാന്ന് എനിക്കറിയാം. നമ്മളെ ജാതിക്കാരനല്ലോ. അല്ലെങ്കിൽ തന്റെ കലയ്ക്കെന്ത് ജാതിയും മതവും അല്ലേ അച്ഛാ? എന്നോട് എന്റെ മോളെല്ലാം പറയുമെന്ന് എനിക്കറിയാം. മോളെ നൃത്തത്തിന് കൂട്ടായിട്ട് ആര് വന്നാലും ഈ അച്ഛന് സന്തോഷം. എന്നാ അരങ്ങേറ്റത്തിന് കാണാം. അച്ഛൻ നേരത്തെ വരണം. ഒരുപാട് പേരെ വിളിക്കണം. മൂകാംബികയിലെ വേദിയിൽ ഞാൻ നിറഞ്ഞാടുമ്പോൾ സദസ് കോരിത്തരിക്കണം. അച്ഛന്റെ മൃദംഗ വായന നൃത്തലോകം കേൾക്കട്ടെ. പാലക്കാട് മണിയയ്യരെ പോലെ, പാറശാല രവിയെ പോലെ. മോള് പറഞ്ഞതുപോലെ ഒരുപാട് പേരെ വിളിച്ചു. മംഗലാപുരത്തേക്കുള്ള തീവണ്ടി യാത്ര മുഴുവൻ എന്റെ വിരലുകൾ തുടിച്ചു. സ്വന്തം മകൾക്ക് വേണ്ടി മൃദംഗം വായിക്കാനുള്ള അതിയായ കൊതി. റിഹേഴ്സലിനിടയിൽ അവൾ പറക്കുകയായിരുന്നു. മയിലിനെ പോലെ വിരിഞ്ഞാടുകയായിരുന്നു. എന്റെ വിരലുകൾക്ക് ആ ചുവടുകൾക്കൊപ്പം സഞ്ചരിക്കാനാവുന്നില്ലെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് വിയർത്ത് കുളിച്ച് എന്റെ മോള് ആട്ടം നിർത്തി. തല പിടിച്ച് കണ്ണു തള്ളി ഒറ്റ നിർപ്പ. ജയേഷ് അവളെ ചേർത്ത് പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ വീണ്ടും ഒരു വരവാ. എന്തൊരു ഊർജായിരുന്നു ആ വരവിന്. മകക്ക് കിട്ടിയ കാമുകനോട് എനിക്കും തോന്നി വലിയൊരു ആരാധന. അവള് പറഞ്ഞത് നേരായിരുന്നു. അവൻ അവളുടെ നൃത്തത്തിന്റെ ഊർജമായിരുന്നു. അരങ്ങേറ്റത്തിന്റെ അന്ന് എന്റെ മോള് ഒരു ദേവതയെ പോലെ തിളങ്ങി. സദസ് കണ്ണുമിഴിച്ചു നിന്നു. പാട്ടിനൊപ്പം മയൂരമായിട്ട് അവൾ നിറഞ്ഞാടി. പക്ഷേ എപ്പോഴോ ആരോ പുഷ്ടപ്പെട്ട പോലെ അവൾ നിന്നു, ഒരു പ്രതിമയെ പോലെ. പിന്നെ കണ്ണു തള്ളി വിറച്ചു. അണിയറയിലേക്കൊരു ഭ്രാന്തിയെ പോലെ അവൾ ഓടി. കൈകളിലേക്ക് സിറിഞ്ചിറക്കിയിട്ടും അവൾക്ക് ആവേശം വരുന്നില്ല. ഒരു ജീവിതം തന്നെ ആ അരങ്ങിൽ മുറിഞ്ഞു വീണു. ഓടിയെത്തിയ കാണികൾക്ക് മുന്നിൽ അവളൊരു ഉന്മാദിയെ പോലെ കിതച്ചു. അന്ന് വലിച്ചെറിഞ്ഞതാ ഞാൻ എന്റെ മൃദംഗം. എന്റെ മോക്ക് മുഴുമിപ്പിക്കാനായില്ല. വന്നവരിൽ ചിലർ ശപിച്ചു, മറ്റു ചിലർ തെറി പറഞ്ഞു. പിറ്റേന്ന് പത്രങ്ങൾ ഇങ്ങനെ എഴുതി: അരങ്ങേറും മുമ്പ് ആട്ടം അവസാനിപ്പിച്ച് യുവ നർത്തകി. എന്റെ മോൾ ഊർജമായി വന്നവൻ സിരകളിലേക്ക് കുത്തിവെച്ചത് മയക്കുമരുന്നായിരുന്നു. പെൺകുട്ടികളെ ലഹരി വിഴുങ്ങില്ലെന്നായിരുന്നു ഈ അച്ഛന്റെ അതേവരെയുള്ള വിചാരം. ഇപ്പോ അവരെയും പിടികൂടി ഈ ദുഷ്ടബോധങ്ങൾ. എന്തിനാ എന്റെ മോളെ ഇതൊക്കെ ഇട്ട് എന്റെ കുട്ടി പോയത്? മുഴുമിപ്പിക്കാനാവാത്ത നൃത്തം ഇപ്പോഴും വേദനയായിട്ട് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സ്നേഹത്തിന്റെ മധുരമിഠായികളായി, പീരീഡ്സിന്റെ വേദന മാറ്റാൻ എന്ന പേരിൽ തരുന്ന മരുന്നുകളായി, വിരലിൽ പുരട്ടി ഐസ്ക്രീമിൽ അലിയുന്ന തരികളായി, കാമുകന്റെ വേഷത്തിൽ, സുഹൃത്തിന്റെ രൂപത്തിൽ ഒളിച്ചു വരുന്ന ലഹരികളെ പ്രിയപ്പെട്ട മക്കളെ മറ്റൊന്നും പറയാതെ തിരിച്ചയച്ചേക്കണേ, തിരിച്ചയച്ചേക്കണേ.
തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ ജീവിതം എന്താണ് ചൊല്ലന്റെ ചങ്കായ ചങ്ങായേ അത് കണ്ണീരിനുപ്പും ചിരി മധുരം ചേർത്ത പായസമാണളിയോ ജീവിതം എന്താണ് ചൊല്ലന്റെ ചങ്കായ ചങ്ങായേ അത് കണ്ണീരിനുപ്പും ചിരി മധുരം ചേർത്ത പായസമാണളിയോ കാരിപ്പോകയില തിന്ന് കരിയണ്ട നീ എന്റെ പൊന്നളിയോ കാരിപ്പോകയില തിന്ന് കരിയണ്ട നീ എന്റെ പൊന്നളിയോ ചോരയിൽ സൂചി ഇറക്കി മരിക്കേണ്ട നാട്ടിലെ കുഞ്ഞുങ്ങളെ ചോരയിൽ സൂചി ഇറക്കി മരിക്കേണ്ട നാട്ടിലെ കുഞ്ഞുങ്ങളെ നാളെ ഈ മണ്ണില് നമ്മളുണ്ടാവണം ജീവിതമേലഹരി നാളെ ഈ മണ്ണില് നമ്മളുണ്ടാവണം ജീവിതമേലഹരി തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ തിന്തകത്താരാതെ തകതക തിന്തകത്താരാതെ തിന്തകത്താരാ തിന്തകത്താരാ തിന്തകത്താരാതെ ഗസൽ ഗായകൻ ഉമർ ഷെരീഫിന്റെയും മകൻ ഗുലാം അഫ്സലിന്റെയും ജീവിതം മറ്റൊരു പാഠമാണച്ച. പഴയ ലഹരിയും ന്യൂജൻ ലഹരിയും പിടികൂടിയ ദുരന്ത വീട്ടിലെ ആ ഉമ്മയുടെ കണ്ണുനീർ കാണാനാവില്ല. ഡയറിയുടെ താളുകൾ നനഞ്ഞു കുതിർന്നിട്ടുണ്ടാവണം. മോളെ, ആ ഉമ്മയുടെ സ്നേഹചുംബനങ്ങളോളം കരുതലുള്ള മറ്റെന്തായിരുന്നു ഉണ്ടായിരുന്നത്? എന്നിട്ടും ഞാൻ എന്റെ പൊരേന്നിറങ്ങിയ എന്താ പാട്ട്, കൽബിലേക്ക് ഇറങ്ങിയ മധുര കിസ്സ. കുടിക്കുന്നത് കണ്ടപ്പോ ഞമ്മള് കണ്ണു നിറച്ചതാ, വലിക്കുന്നത് കണ്ടപ്പോ ഞമ്മള് ചൊടിച്ചതാ. ബാബുഖാന്റെ പാട്ടിന് ഹരം കിട്ടണമെങ്കിൽ ഒരു പൊടിക്ക് ഹാർമോണിയം വായിക്കുമ്പം വിരല് പായാൻ ഒരിച്ചിരി. ഒരു പൊടിയിലും നിന്നില്ല, ഇച്ചിരിയിലും തീർന്നില്ല. ഓലയിലും മുങ്ങി ബൈത്താല കമ്പനിക്കാര് കൂടി തൊണ്ടപ്പാളി വിരല് വരച്ച് ഹാർമോണിയത്തിന്റെ മുമ്പിൽ മയപ്പാറ്റ പോലെ വന്നോലൊക്കെ പോയി. ഓലൊറ്റക്കായി. ഒരു ദിവസം കല്ലായിലൂടെ പാഞ്ഞ പാതിര വണ്ടിക്ക് ആ പാട്ടു അരഞ്ഞു തീർന്നു. പിന്നല്ല എനിക്ക് എന്റെ മോനായിരുന്നു. പാട്ടിന്റെ വഴിക്ക് പോണ്ടാന്ന് ഞാനാ പറഞ്ഞ്, ഹാർമോണിയത്തിൽ തൊടണ്ടാന്ന് ഞാൻ തന്നെയാ അവനോട് പറഞ്ഞ്. പാട്ടിനോടുള്ള മോഹബത്ത് കുറഞ്ഞിട്ടല്ല, പേടിയായിരുന്നു എനിക്ക്. ഓനെ വലിയ ആളാക്കണമെന്ന് ഓലിക്കും ആശ ഉണ്ടേനു. മോനെ, അനക്കാരാകാനാ ഇഷ്ടോ? എന്റെ ഉമ്മ, ഞാൻ ആരാകണമെന്ന് ആശിക്കുന്നത്? പ്രധാനമന്ത്രിയാണോ? വേണ്ട. എന്നാ മുഖ്യമന്ത്രിയാ? വേണ്ട വേണ്ട. എന്നാ പിന്നെ ഉപ്പാനെ പോലെ? വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാൻ ആരാകണമെന്ന് ഉമ്മ തന്നെ പറ. അങ്ങനെ വായിക്കുവാ. എന്റെ മോനൊരു ഡോക്ടറായാ മതി. സാധാരണ ഡോക്ടറല്ല, ലഹരിയിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഡോക്ടർ. ഓ അങ്ങനെ. ഉമ്മ വിചാരിക്കും പോലെ ഞാനൊരു ഡോക്ടറാവും. ലഹരിയിൽ നിന്ന് ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഡോക്ടർ. അങ്ങനെ എന്റെ മോൻ നല്ലോണം പഠിച്ച് 10 മുഴുവൻ A+ നേടി ജയിച്ച്. ഓന് ഞാൻ എല്ലാ ദിവസവും ഒരു ഉമ്മ കൊടുത്തിട്ടാ വീട്ടിൽ നിന്ന് വിടുക. തിരിച്ചു വരുമ്പോ പിന്നെയും കൊടുക്കും ഒരു ഉമ്മ. എന്തിനാന്നറിയോ? ഇന്റെ മോനെ കള്ളോ കഞ്ചാവോ മണക്കുന്നുണ്ടോന്നറിയേ. സത്യം പറയാലോ, ഒരു ദിവസം പോലും മോനെ മണത്തിട്ടില്ല.
ഓൻ എപ്പോഴും ചോദിക്കേനു. അല്ല ഉമ്മ, എല്ലാരും ചോദിക്കുക നിങ്ങളെന്തിനാ എനിക്ക് പോകുമ്പോ വരുമ്പോ ഉമ്മ തരുന്നേന്ന്. ഇജ്ജേ ഓലോട് പോയി പറ, മക്കളോട് ഒരുപാട് പിരിശുള്ള ഉമ്മമാര് അങ്ങനെയാന്ന്. ഓന്റെ മോത്ത് പെരുന്നാൾ ഉദിച്ചത് ഞമ്മള് ശരിക്കും കണ്ടിനെ. പക്ഷേ അധിക കാലം അത് കാണാൻ ഈ ഉമ്മക്ക് പറ്റിയില്ല. പതിനൊന്നാം ക്ലാസ് പരീക്ഷയോ ഇന്റെ മോൻ നല്ലോണം എഴുതി. ഓന്റെ പഠിപ്പ് മുറിയില് ഈ ഉമ്മ കേറിയിട്ടില്ല. ഓന്റെ പൂതി പോലെ എന്താ തിന്നാ വേണ്ടെന്ന് വെച്ചാല് ഞമ്മള് കൊടുക്കേനു. 12ാം ക്ലാസ് പരീക്ഷന്റെ തലേന്ന് എനിക്കെന്തൊക്കെയാവുന്നു, തല പൊട്ടിപ്പൊളരുന്ന പോലെ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓടിച്ചെന്ന് ഉമ്മ കൊടുക്കാൻ നോക്കിയ എന്നെ ഒരൊറ്റ തള്ള. ഇങ്ങളെ ഒരൊലക്കേൽ ഉമ്മാന്നും പറഞ്ഞു ഇരുട്ടിലേക്ക് ഇറങ്ങിയതാവോ. ബൈക്കെടുത്ത് പോകുമ്പോ ഒരുപാട് ഞമ്മളോനോട് പറഞ്ഞു നോക്കിയതാ പോണ്ടാന്ന്. ഒരുപാട് ഞമ്മളോനോട് പറഞ്ഞു നോക്കി. പിന്നെ കൊണ്ടുവന്നത് ഓന്റെ മയ്യത്താ. ഉപ്പാനെ കൊണ്ടുപോയ അതേ വണ്ടി, അതേ കല്ലായി ഇന്റെ മോനെയും കൊണ്ടുപോയി. എന്തിനേനും മോനെ ഈ ബൈക്ക് തീവണ്ടിക്കുള്ളിലേക്ക് ഓടിച്ച് കയറ്റിയത്? എനിക്കെന്താ മോനെ സംഭവിച്ചത്? ഈ ഉമ്മ അറിയാണ്ട് ഏത് വിളിസാ മോനെ എന്നെ പിടിച്ചത്? പോലീസ് വന്നപ്പോഴാ ഞാൻ അറിഞ്ഞ് ഇന്റെ മോൻ മയക്കുമരുന്നിനടിമയേനൂന്ന്. ഓന്റെ പഠനമുറിയിലെ സ്റ്റാമ്പ് വലിയ ലഹരി അത്രേ. ആർക്കെങ്കിലും അറിയോ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എന്തേലും അയക്കുമ്പോ ഒട്ടിക്കാനുള്ളതല്ലേ സ്റ്റാമ്പ്? പക്ഷേ ഇതിപ്പോ കുഞ്ഞുമക്കളെ മരണത്തിലേക്ക് അയക്കാനുള്ളതാന്ന് ഈ ഉമ്മക്കറിയോ? മയക്കുന്ന റബ്ബറ്, തൊട്ടാപ്പൊടിയുന്ന കടലാസ്, പഠിപ്പ് മുറിയിൽ നിറച്ച് ഇബിലീസുകൾ വന്നത് ഉമ്മ കൊടുത്ത് പിടിക്കാനായില്ല. ഇതൊന്നും വേണ്ടി വന്നില്ല. ഈ ഉമ്മാന്റെ നെഞ്ചത്തെ മിടിപ്പളക്കാൻ ഇനി ഓനെ കൊണ്ടാവൂല. അതെന്നെ നിന്നു പോയതാ. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന മഹാവിപത്തുകളിലൊന്നാണ് നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉപയോഗം. പ്രത്യേക രസക്കൂട്ടുകൾ ചേർത്ത മയക്കുമരുന്നുകൾ പല രൂപത്തിലും വിപണിയിലെത്തുന്നു. ചോക്ലേറ്റുകൾ, സ്പ്രേകൾ, സ്റ്റാമ്പുകൾ, പശകൾ, ഷേവിംഗ് ക്രീമുകൾ, ഐസ് സ്പ്രേകൾ തുടങ്ങി പല വേഷങ്ങളിലും മയക്കുമരുന്നുകൾ യുവതയെ തേടിയെത്തുന്നു. കുട്ടികളുടെ പഠനമുറിയിലേക്ക് ഒളിച്ചു കടന്ന് തലച്ചോറിനെയും ഹൃദയത്തെയും തകർക്കുന്നു ഈ മഹാവ്യാധി. പേരു പറയാൻ കൊള്ളില്ല ഈ മാരകവിഷങ്ങളുടെ. നമ്മുടെ ഭാവിയെയാണ് ഇതില്ലാതാക്കി കളയുന്നത്. ഒരു തരിമതി ജീവിതത്തിരി കെട്ടുതീർന്നിടാൻ, ഒറ്റ സൂചിക്കുത്തുമതി നിന്നന്ത്യവിധി എഴുതാൻ. ഇവിടെ നമ്മൾ കാൺമതൊക്കെ മധുരമാ പുലരി, സ്വപ്നമുന്തിരി നീട്ടിയെത്തും കാവ്യമായി രജനി, നെഞ്ചുയർത്തി ചങ്കുപൊട്ടി നമ്മൾ
നെഞ്ചുയർത്തി ചങ്കുപൊട്ടി നമ്മളൊരിയാടും. പുഞ്ചിരിപ്പൂക്കൾ വിടർത്തും നമ്മളണിചേരും. പുഞ്ചിരിപ്പൂക്കൾ വിടർത്തും നമ്മളണിചേരും. ആരിവില്ലിന്നേഴുവർണ്ണം നമ്മളണിയിക്കും. ആരിവില്ലിന്നേഴുവർണ്ണം നമ്മളണിയിക്കും. മാനസങ്ങൾ ചേർന്നു നിൽക്കും ലഹരി തോറ്റോടും. മാനസങ്ങൾ ചേർന്നു നിൽക്കും ലഹരി തോറ്റോടും. എന്റെ അച്ഛന്റെ ഈ ഡയറികൾ അത്രയും ലോകം വായിക്കണം. ലഹരി ഉണ്ടാക്കിയ തേങ്ങലുകൾ എല്ലാവരും കേൾക്കണം. ഇതിലുള്ളതെല്ലാം സത്യസന്ധമായ കഥകളാ, അല്ല ജീവിതങ്ങളാ. എല്ലാ വീട്ടിലേക്കും ലഹരി പതുങ്ങി വരും. കടകളിൽ ലഹരി വിൽക്കുന്നവരെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. നിങ്ങളുടെ മക്കൾ അവിടെ വന്ന് വാങ്ങില്ല. അവർക്ക് വാങ്ങാനുള്ള ലഹരി മറ്റെവിടെയോ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നാണ് ആ ദിവസം. നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കാവലാൾ CP വേണുവേട്ടനെ ഗ്രാമം ആദരിക്കുന്ന സമ്മോഹന മുഹൂർത്തം. ജനസേവനം മുഖമുദ്രയാക്കിയ ആ മനുഷ്യസ്നേഹിയെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആദരിക്കുന്നു. വലിയൊരാൾക്കൂട്ടമാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ലഹരിക്കെതിരായി ഒരു ഗ്രാമം ഇന്ന് ഒന്നിച്ച് പ്രതിജ്ഞ എടുക്കുകയാണ്. കേട്ടില്ലേ? വേഗം ഇറങ്ങിക്കോ. സ്വീകരണ സ്ഥലത്ത് നേരത്തെ എത്തണം. പിന്നെ പോകുന്നതിന് മുമ്പ് എന്റെ വകയൊരു സമ്മാനമുണ്ട്. അതും വാങ്ങി അച്ഛൻ പോകാവൂ. നാട്ടുകാരോടത് പറയുകയും വേണം. അതെന്താ മോളെ? അത് സസ്പെൻസ്. വാങ്ങുമ്പോഴേ അറിയൂ. ഒരച്ഛന് മകൾ നൽകുന്ന സ്നേഹോപഹാരം. അതിനൊപ്പമുള്ള ഈ കടലാസിൽ മകളുടെ ആശങ്കകളുണ്ട്. അതൊരച്ഛൻ വായിച്ചേ പറ്റൂ. ഒരു സമൂഹം കേട്ടേ പറ്റൂ. എല്ലാ മതങ്ങളും സമുദായങ്ങളും ലഹരിക്കെതിരാണ്. വിദ്യാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ലഹരിക്കെതിരാണ്. എല്ലാ പാഠപുസ്തകങ്ങളും ലഹരിക്കെതിരാണ്. എക്സൈസും പോലീസും ചാനലുകളും പത്രങ്ങളും എല്ലാ സർക്കാരുകളും എതിരാണ്. എന്നിട്ടും എല്ലാ എതിർപ്പുകൾക്കിടയിലും എങ്ങനെയാണ് ലഹരി വളരുന്നത്? മോള് ചോദിച്ചത് വല്ലാത്തൊരു ചോദ്യമാണ്. ഭയപ്പെടുത്തുന്ന ചോദ്യം. ഓരോ വീട്ടിലേക്കും നുഴഞ്ഞു കയറുന്ന ലഹരിയെ തടയാൻ 3-ാം കണ്ണ് പോരാ, 4-ാം കണ്ണ് വേണം. ഇനി പറയുന്ന പ്രതിജ്ഞ എല്ലാവരും കണ്ണടച്ച് കേൾക്കണം. ചുണ്ടനക്കി ഏറ്റുപറയണം. ജീവിതം മനോഹരമാണ്. ഭൂമിയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ സൗഭാഗ്യം. ജനനത്തിനും മരണത്തിനുമിടയ്ക്കുള്ള സമ്മോഹനയാനം. ആത്മഹത്യ ചെയ്യുന്നവർ പോലും ജീവിതത്തെ അത്രമേൽ സ്നേഹിക്കുന്നു. അവസാനത്തെ പിടച്ചിലിൽ പോലും ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് അലറി വിളിക്കുന്നു. കൊതി തീരും വരെ ആരും ഇവിടെ ജീവിച്ച് മരിച്ചിട്ടില്ല. സ്വപ്നങ്ങളുള്ള, പ്രണയമുള്ള, പ്രകൃതിയുള്ള മറ്റൊരിടവും ഈ പ്രപഞ്ചത്തിലില്ല. ജീവിതത്തിന് പകരം വെക്കാവുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല. ഈ യാത്രയെ മുറിച്ചു കളയുന്ന തടസ്സമാണ് ലഹരി. പതിയെ പതിയെ മരണത്തിലേക്ക് വിളിക്കുന്ന മാരക വിഷം. സുഖമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ദുരന്ത ദുഃഖം. ചിറകുകളെ മുറിച്ചു കളയുന്ന സ്വയം കൃതാനർത്ഥം. മനസ്സുറച്ച് വിലക്കിയാൽ, മറുത്തു പറയാനുള്ള ധീരത കാണിച്ചാൽ
എളുപ്പമില്ലാതാക്കാവുന്നതാണ് ലഹരി. ആദ്യത്തെ സ്നേഹക്ഷണത്തിന് തന്നെ ഇല്ല എന്ന് മറുപടി പറയണം. അപരിചിതർ നീട്ടുന്ന എല്ലാ സമ്മാനങ്ങളോടും ജാഗ്രത കാണിക്കണം. എല്ലാ ആഘോഷങ്ങളിലും ജീവിതം മനോഹരമാണ് എന്ന് എഴുതി വെക്കണം. ഒരു ലഹരിയും ജീവിതത്തോളം മികച്ചതല്ല. ഇനിയും ജീവിക്കണം എന്ന ആഗ്രഹം മാത്രമായിരിക്കണം നമ്മുടെ ലഹരി. നെഞ്ചുയർത്തി ചങ്കുപൊട്ടി നമ്മളൊരിയാടും, പുഞ്ചിരിപ്പൂക്കൾ വിടർത്തും നമ്മളണിചേരും, ആരിവില്ലിന്നേഴുവർണ്ണം നമ്മളണിയിക്കും, മാനസങ്ങൾ ചേർന്നു നിൽക്കും ലഹരി തോറ്റോടും, മാനസങ്ങൾ ചേർന്നു നിൽക്കും ലഹരി തോറ്റോടും. ജീവിതം മനോഹരമാണ്.